എല്ലാവർക്കും ITL വേൾഡ് ജൂനിയർ ഐഡൽ സീസൺ 2 ഒരു ബ്രാൻഡ് ന്യൂ എപ്പിസോഡിലേക്ക് സ്വാഗതം. ITL വേൾഡ് ജൂനിയർ ഐഡൽ സീസൺ 2 ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമുക്ക് കോമ്പറ്റീഷനിലേക്ക് പോകാം. ബട്ട് ബിഫോർ ദാറ്റ് ലെറ്റ്സ് വെൽക്കം അവർ ഫേവറേറ്റ് ജഡ്ജിംഗ് പാനൽ. Put your hands together for Biji Bal, Rimi Tommy and Anup Shankar. So everything is set. നമുക്ക് നമ്മുടെ ഫസ്റ്റ് കണ്ടസ്റ്റന്റിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ITL വേൾഡ് ജൂനിയർ ഐഡൽ സീസൺ 2 ൽ കോമ്പറ്റ് ചെയ്യാൻ for the first time it's Grishma Karan coming to the stage. But before that, let's check the profile. कौसल्या सुप्रजा रामपूर्वा सन्ध्या प्रवर्तते उत्तिष्ठ नरशार्दूल कर्तव्यं दैवमाह्निकम् कौसल्या सुप्रजा रामपूर्वा सन्ध्या प्रवर्तते उत्तिष्ठ नरशार्दूल कर्तव्यं दैवमाह्निकम् പുലർക്കാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിന്നു മാറി. ഞാൻ ഗ്രീഷ്മ കണ്ണൻ, പാലക്കാട് നൂർണി ഗ്രാമമാണ് എൻ്റെ നാട്. എനിക്ക് ജൂനിയർ ഐഡൽ സീസൺ 2 സെലക്ഷൻ കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ തന്നെയാണ് എൻ്റെ റിലേറ്റീവ്സും ഫ്രണ്ട്സും എൻ്റെ നൈബേഴ്സും എല്ലാവരും വളരെ ആഘോഷത്തിലാണ്. ഇതാണ് എൻ്റെ അമ്മ, ഇതാണ് എൻ്റെ അമ്മുമ്മ. അമ്മയുടെ പേര് ഗീത എന്നാണ്. അമ്മ BA സ്കൂളിൽ ടീച്ചറാണ്. പാട്ടിൽ ഈ പാട്ടിൽ അമ്മ എനിക്ക് എല്ലാ പ്രോഗ്രാമിന് പോവുകയാണെങ്കിലും പാട്ട് സെലക്ഷന് വളരെയധികം സപ്പോർട്ടീവാണ്. പാടും ഈണം കേട്ടതില്ലേ പനിനീർ പൂക്കൾ ചൂടി ഇതെൻ്റെ അച്ഛനാണ്. അച്ഛൻ്റെ പേര് കണ്ണൻ. അച്ഛൻ ഫോണറ്റിക് എഞ്ചിനീയറിംഗ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ ഒരു കോളേജിൽ അധ്യാപകനാണ്. ഇതാണ് ഇപ്പം എൻ്റെ മ്യൂസിക് സാറ്. സാറുടെ പേര് ചിറ്റൂർ ഉണ്ണികൃഷ്ണൻ സാർ. സാറാണ് ഇപ്പം എന്നെ കർണാട്ടിക് മ്യൂസിക്കും ഫിലിം മ്യൂസിക്കും പഠിപ്പിക്കുന്നത്. പനിനീർ പൂക്കൾ ചൂടി നെഞ്ചിലൂറും ഈ പാട്ടിൽ. ഇതെൻ്റെ ചേച്ചിയാണ്. ചേച്ചിയുടെ പേര് രേഷ്മ. ചേച്ചി ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുകയാണ് മേഴ്സി കോളേജിൽ. ജൂനിയർ ഐഡൽ സീസൺ 2 പാടാനായി പാട്ടുകളൊക്കെ ഞാൻ റെഡിയാക്കി ഇരിക്കുകയാണ്. ഇനി വേണ്ടത് നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടുമാണ്. എനിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. ഭീഷ്മ, ഹായ്. പ്രൊഫൈൽ കണ്ടു, നന്നായിരുന്നു മോളു. താങ്ക് യു. ഓക്കെ, ഇന്ന് ഏത് സോങ്ങാ പാടാൻ പോകുന്നത്? ഞാൻ ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ എന്ന ഫിലിമിലെ അമ്പാടി പൈകൾ മെയ്. ആഹാ, നല്ല കോസ്റ്റ്യൂമാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. താങ്ക് യു. എന്നാൽ നന്നായിട്ട് പാടണം. ഓൾ ദി ബെസ്റ്റ്. നമുക്ക് കണ്ട് തിരിച്ചു വരാം. Oh
പയ്യുകൾമീയും കാണാ തീരത്ത് അനുരാഗം മോളും തത്തമ്മേ കുഴലൂതും മേഘം മേൽ ചായും നേരത്ത് കുളിരുന്നൊരു കാര്യം ചൊല്ലാമോ നാടും കാണാം കൂടും കൂട്ടാം ഈണം പാടാം നാണം ചൂടാം അമ്പാടി പയ്യുകൾ മീയും കാണാ തീരത്ത് അനുരാഗം മോളും തത്തമ്മേ കുഴലൂതും മേഘം മേൽ ചായും നേരത്ത് കുളിരുന്നൊരു കാര്യം ചൊല്ലാമോ ഏതോ കുലം അറിയാതൊരു രാവിൽ കരതലം കവരാനണയും ഞാൻ പദമലർ തഴുകാൻ പനിനീരിൻ കുടവുമായി കുനിയാ തിരുമുൻപിൽ ഓ സ്നേഹത്തിൻ കൂടാരത്തിൽ നീയാണല്ലോ രാധയ്ക്ക് ജന്മം വർണ്ണ തീരാണല്ലോ നാടും കാണാം കൂടും കൂട്ടാം ഈണം പാടാം നാണം ചൂടാം അമ്പാടി പയ്യുകൾ മീയും കാണാ തീരത്ത് അനുരാഗം മോളും തത്തമ്മേ കുഴലൂതും മേഘം മേൽ ചായും നേരത്ത് കുളിരുന്നൊരു കാര്യം ചൊല്ലാമോ ഇരവുകൾ പകലായി വിരിയില്ലേ വിരഹവും മധുരം പകരില്ലേ ആകിടുകൾ നിറയും ഹൃദയങ്ങൾ അറിയും ഈ പ്രണയം ഉദയങ്ങൾ പ്രേമത്തിൻ കിളിക്കണ്ണിൽ നീയാണല്ലോ ദാഹത്തിൻ നെഞ്ചിൽ നീ പാലാണല്ലോ നാടും കാണാം കൂടും കൂട്ടാം ഈണം പാടാം നാണം ചൂടാം അമ്പാടി പയ്യുകൾ മീയും കാണാ തീരത്ത് അനുരാഗം മോളും തത്തമ്മേ കുഴലൂതും മേഘം മേൽ ചായും നേരത്ത് കുളിരുന്നൊരു കാര്യം ചൊല്ലാമോ നാടും കാണാം കൂടും കൂട്ടാം ഈണം പാടാം നാണം ചൂടാം ഗ്രീഷ്മ കുട്ടി ഹായ് നന്നായിരുന്നു മോള്. താങ്ക് യു. മോക്ക് എങ്ങനെ തോന്നി? പാടിയത് എങ്ങനെ തോന്നി?
ഞാൻ പാടുന്നതിന് മുമ്പ് പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും നന്നായി പാടിയിരുന്നു. അതാണ് വാവ്. ഇവിടെ ഞങ്ങൾക്കും അങ്ങനെ തന്നെ ഫീൽ ചെയ്തത്. മോള് ഫസ്റ്റ് ടൈം ഇവിടെ പെർഫോം ചെയ്യുന്ന പോലെ അല്ല തോന്നിയത്. കുറേ കാലം ഇവിടെ നിന്ന് പാടി നന്നായിട്ട് എക്സ്പീരിയൻസ് ഉള്ള പോലെയാണ് മോള് പാടിയത്. ഇനി നമുക്ക് കമന്റ്സ് അറിയാം അല്ലേ? ആദ്യം ആരുടെ ചോദിക്കണം? മോൾ ഡിസൈഡ് ചെയ്തു. റിമി ചേച്ചി. റിമി ചേച്ചി. അതെന്താ അത് റിമി ചേച്ചിയോട് ഇത്രയ്ക്ക് ഇഷ്ടം? അതെന്താ മോളുടെ താടിക്ക് തട്ടിയത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ചേച്ചി. അപ്പുറത്തേക്ക് ചേച്ചി അതെന്താണ് ചോദിച്ചത്? ഇടയ്ക്കിടയ്ക്ക് താടിക്ക് നല്ല രസമുണ്ട്, നല്ല രസം. ഓമനിച്ചതായിരുന്നോ? അതെനിക്ക് മനസ്സിലായില്ല. മോളെ നല്ലൊരു സോങ് സെലക്ഷൻ. കുറെ നാളെ ഈ പാട്ട് ആരെങ്കിലും ഒരു മത്സരത്തിൽ പാടിയിട്ടുണ്ടോന്ന് എനിക്ക് സംശയം. ഫ്ലൂട്ട് രാജേഷ് കലക്കി. ആ പാട്ടിന്റെ ഏറ്റവും ഭംഗി അതിന്റെ ഫ്ലൂട്ട് പീസ് ആണെന്ന് തോന്നുന്നു. എനിക്ക് എന്ത് രസമായിട്ട് വായിച്ചേക്കുന്നത്. അത് കേൾക്കാൻ വേണ്ടി അടുത്ത് ഇനി വീണ്ടും വീണ്ടും വരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. മോളെ ഒരു ചെറിയ പ്രശ്നം മാത്രമേ തോന്നിയുള്ളൂ. ഇതൊരു ഡ്യുവറ്റ് ആയതുകൊണ്ട് മോള് കുറച്ച് ഇടയ്ക്ക് സോളോ വേർഷൻ ഉണ്ട് അല്ലേ? സുജാ ചേച്ചി ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട്. ഞാൻ ഡ്യുവറ്റാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതിന്റെ ഇടയ്ക്ക് മോക്ക് പാർക്കാണെങ്കിലും അതെ ഒരു ശ്വാസം എടുക്കാനുള്ളൊരു, പക്ഷെ മോള് ഭംഗിയായിട്ട് രസകരമായിട്ട് പാടി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അതിൻ്റെ അകത്ത്. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആ ബാക്കിലൊക്കെയുള്ള വിഷ്വൽ കാണിക്കുന്നതും ആ തത്തമ്മേനെ നിങ്ങൾ എങ്ങനെ പുറകെ പോയി പിടിച്ചത്? എല്ലാം കൊണ്ടും മൊത്തം നമുക്കേ ഒരു മഞ്ഞ ലൈറ്റ് എന്നിലോട്ടൊക്കെ അടിക്കുമ്പോൾ ഒക്കെ എന്തോ ഒരു നമ്മളെ ഒരു സുഖമുണ്ട്. എന്തോ ഈ ലൈറ്റ് വിഷ്വല് മൊത്തത്തിൽ മോളെ നിപ്പ്, രാധയുടെ ആ വേഷം കെട്ടിയുള്ള നിപ്പ്, എല്ലാം കൊണ്ടും ഈ പാട്ട് കേൾക്കാനും കാണാനും ഒക്കെ വളരെ സുഖമുണ്ടായിരുന്നു. ബാക്കി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം നമുക്ക് മ്യൂസിക് ഡയറക്ടർ ബിജി ബാൽ സംസാരിക്കുന്നതായിരിക്കും. ഗ്രീഷ്മ നന്നായിരുന്നു കേട്ടോ. നല്ല പാട്ട്, നല്ല പാട്ടാണ്. നല്ലോണം പാടുകയും ചെയ്തു. അതിനകത്ത് നല്ല ആ അനുപല്ലവിലും ചരണത്തിലൊക്കെ നല്ല സ്വീറ്റ് ആയിരുന്നു പാടിയത് കേട്ടോ. നല്ല ഫീൽ ചെയ്ത് പാടി. നല്ല ടോണാണ് മോളുടെ. നല്ല സ്വരം നല്ലതാണ്. നല്ല എന്താ പറയാ, വളരെ അട്രാക്റ്റീവ്, വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു ടോണാണ് അത്. നല്ല ആ പാട്ടിന് ചേരുന്നൊരു ടോണാണ്. പിന്നെ നല്ല പാട്ടാണ് അത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പാട്ട്. ആ സമയത്തൊക്കെ ഗാനമേളകളിലൊക്കെ ഒരുപാട് പാടിയിരുന്ന പാട്ടാണ് അല്ലേ? അതിൻ്റെ ഋതവും ഫ്ലൂട്ടും എല്ലാം. പിന്നെ അതിൻ്റെ എന്നെ സിനിമയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ലാൽ ജോസിൻ്റെ രണ്ടാമത്തെ സിനിമയാണ്. മറവത്തൂർ കനവ് ശേഷമുള്ള രണ്ടാമത്തെ സിനിമയാണ്. മ്യൂസിക് വിദ്യാസാഗർ സാറാണ് എഴുതിയത്. രമേശൻ നായർ സാറാണ്. അദ്ദേഹത്തിൻ്റെ വരികളിലൊക്കെ ഈ കൃഷ്ണൻ്റെ യദുകുലത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാവും എപ്പോഴും. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ബ്യൂട്ടി, പിന്നെ മോളുടെ ഒരു ഗെറ്റപ്പും എല്ലാം കൊണ്ടും ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള പിന്നെ ആകെ ഒരു കൺഫ്യൂഷൻ തോന്നിയ ഒരു ഡ്യുവറ്റ് സോങ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ഹെവിനെസ് പാട്ടിലുണ്ട്. ബ്രത്ത് കൺട്രോൾ കുറവായിരിക്കും. എല്ലാവരെയും ഒരുമിച്ച് പാടുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ട് മോള് അനുഭവിച്ചത്. ഒരുപാട് ശ്വാസം വേണ്ട ഒരു പാട്ടാണ്. അത്രേ തോന്നിയുള്ളൂ കേട്ടോ. നന്നായിട്ട് പാടും. ഓക്കെ ഗ്രീഷ്മ, ആദ്യം തന്നെ ഇത്രയും പ്ലസന്റ് ആയ ഒരു സോങ് ഇവിടെ വന്ന് പാടിയതിന് താങ്ക് യു ഫോർ ആക്സെപ്റ്റിംഗ് മൈ സജഷൻ. ആക്ച്വലി ഈ പാട്ട് പാടാൻ കാണിച്ച സന്മനസ്സിന് നന്ദി. ബിക്കോസ് ഇത്തരത്തിലുള്ള പാട്ടുകൾ വരുമ്പോഴുള്ള ഒരു സന്തോഷം, അങ്ങനെ ഒരു സന്മനസ്സിനൊരു കാരണമുണ്ട്. സന്മനസ്സുള്ളവർക്ക് സമാധാനം ഉണ്ടായിരിക്കും. കറക്റ്റ്, അതാണ്. ഗ്രീഷ്മ, ഇത്തരത്തിലുള്ള പാട്ടുകൾ വരുമ്പോൾ ഉള്ള മറ്റൊരു വലിയ ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ മൈ ഫേവറേറ്റ് സോങ്സിൽ തന്നെ നമുക്കൊരു നല്ലൊരു ശോകഗാനം എടുത്ത് പാടാം. അതും ഫേവറേറ്റ് സോങ് ആയിക്കോളണം ആവാം, യുനോ, അല്ലെങ്കിൽ യാതൊരു കണ്ടീഷൻസും ഇല്ല. പക്ഷേ ഇത് കേൾക്കുന്ന ശ്രോതാക്കൾ അവർ ഒരുപാട് ടെൻഷനുകളും ഒരുപാട് ജോലി തിരക്കുകളൊക്കെ കഴിഞ്ഞ് വന്നാണ് ഈ പ്രോഗ്രാം കാണാനിരിക്കുന്നത്. അപ്പോൾ വളരെ ഡിപ്രസിംഗ് ആയിട്ടുള്ള ഒരു സോങ് കേൾക്കുമ്പോൾ എന്തിനാണ് ഈ TV ഓൺ ചെയ്തതെന്നൊരു അവസ്ഥയായിപ്പോവും. അത് വിട്ടിട്ട് നമ്മൾ വളരെ പ്ലസന്റ് ആയിട്ട് നമുക്ക് കേൾക്കാൻ ഇഷ്ടമുള്ള ഒരു പാട്ടെടുത്ത് പാടുമ്പോൾ അതിനുള്ളൊരു സുഖം വേറെയാണ്. ഇത് നല്ല സുഖമുള്ള ഒരു കമ്പോസിഷനാണ്. അത് മോൾക്ക് സജസ്റ്റ് ചെയ്യാനുള്ള കാരണവും മോൾക്കും നല്ല ഒരു നല്ലൊരു ടെക്സ്ചറുള്ള ശബ്ദമുണ്ട് ഗ്രീഷ്മയ്ക്ക്. മാത്രമല്ല നാളെ റെക്കോർഡിങ്സിൽ ഒരുപാട് യൂസ്ഫുൾ ആവുന്ന ഒരു ഫിൽമിനെസ് എന്ന് പറയും. അത് നോർമൽ വോയിസിൽ കിട്ടില്ല, ചിലൊരു അഡീഷണൽ എലമെന്റ് വേണം. അതും കൂടി മോളുടെ ശബ്ദത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ മോൾക്ക് വളരെ ആപ്റ്റായി തോന്നിയൊരു പാട്ടാണ്. മോൾ നന്നായിട്ട് തന്നെ പാടി. ചെറിയ ബ്രത്ത് സജഷൻസ് ആണ് ഉള്ളത്. അത് തീർച്ചയായിട്ടും നമുക്ക് മാറ്റിയെടുക്കാം, തീർച്ചയായിട്ടും ഇംപ്രൂവ് ചെയ്യാം. നല്ലൊരു ഫീലുള്ള സിംഗർ കൂടിയാണ് ഗ്രീഷ്മ. ദാറ്റ്സ് അനദർ പ്ലസ് പോയിന്റ്. നല്ലൊരു ശബ്ദം കിട്ടിയിട്ട് കാര്യമില്ല, നല്ല ഫീൽ വേണം, എങ്കിലേ ആ പാട്ട് പൂർണ്ണതയിലേക്ക് എത്തുള്ളൂ. ആൻഡ് ചില ഫാക്ടർ ലാൻഡിങ് നോട്ട്സ് കുറച്ചുകൂടി ക്ലാരിറ്റി ആവാമെന്ന് തോന്നി ചില സ്ഥലങ്ങളിൽ. അത്രമാത്രം, വേറെ ഒന്നുമില്ല. ഓൾ ദ വെരി ബെസ്റ്റ്. കീപ് ഓൺ പ്രാക്ടീസിങ്. ബി ഹാപ്പി, മേക്ക് അതേഴ്സ് ഹാപ്പി. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പം ഗ്രീഷ്മ, ഇനി നമുക്ക് മാർക്സ് അറിയാം അല്ലേ? ഓക്കെ, അന്ന് റിമി ചേച്ചി നിന്ന് തുടങ്ങാം അല്ലേ? ഓക്കെ, ഔട്ട് ഓഫ് 30 റിമി ചേച്ചി. തുടക്കം
എന്നിൽ നിന്നാണ് ഞാൻ വിചാരിച്ചില്ല. ഔട്ട് ഓഫ് 30 മോക്ക് 25. 25 on 30. വിജയേട്ടാ? ഞാൻ 26. 26 on 30. അനുവേട്ടാ? മോളെ ഞാനും 26 out of 30. Again 26 on 30. ഇനി ഓവറോൾ പെർഫോമൻസിന് എത്ര മാർക്കാണെന്ന് നോക്കാം. ഔട്ട് ഓഫ് 10? ഞാൻ 4 3.5. 3.5 on 4. ചേച്ചി? മോളുടെ അസാധ്യമായ ഫീലിന് 3 തരണമെന്ന് തോന്നുന്നു, പക്ഷെ ഇപ്പൊ 2.5 കേട്ടോ. 2.5. അനുവേട്ടാ? ഔട്ട് ഓഫ് 3? മോളെ എക്സ്പ്രഷനിൽ 2.25 out of 3. 2.25 on 3. ഗ്രീഷ്മക്കുട്ടി, ഓവറോൾ മാർക്ക് അറിയണ്ടേ? 85.25 on 100. നല്ല സ്കോർ അല്ലേ? മോൾ ഇത്ര എക്സ്പെക്ട് ചെയ്തോ? ഇതിൽ കൂടുതലായിരുന്നോ പ്രതീക്ഷിച്ചത്? ഇല്ല, കുഴപ്പമില്ല ആണോ? ഓക്കെ, ഇനി അടുത്ത റൗണ്ടിൽ ഇതിലും നല്ല മാർക്ക് മേടിക്കണം കേട്ടോ. ഓൾ ദ ബെസ്റ്റ് ഫോർ ദാറ്റ്. താങ്ക് യു. ഹായ്, ഞാൻ അനുഗ്രഹ റാഫി. Should have said I would only be in. Zamina mina waka waka zamina mina sangalewa anawa zamina mina waka waka zamina mina sangalewa this time for Africa. പെർഫോമൻസ് റൗണ്ടിൽ ആപ്റ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. Waga waga ma waga waga ma chantanti zoma zimuye cause this is Africa. ഇന്ന് മോളിലൂടെയാണ് ആ പാട്ട് ഇങ്ങനെയൊക്കെയാണല്ലോ എന്നെ ഒരുപാട് ചിന്തിപ്പിച്ച് കളഞ്ഞു. Junior Idol, Ideal World Junior Idol Season 2. Jai Hind TV, for the family, for the nation. ITL World Junior Idol Season 2 ഇന്നത്തെ എപ്പിസോഡിൽ അടുത്തതായി ഒരു കിടിലൻ പെർഫോമൻസ് ആണ് വരാൻ പോകുന്നത്. സ്റ്റൈൽ ആൻഡ് ആറ്റിറ്റ്യൂഡ് റൗണ്ടിൽ പെർഫോം ചെയ്യാനെത്തുന്നു അനുഗ്രഹ റാഫി. ബട്ട് ബിഫോർ ദാറ്റ് നമുക്ക് അനുഗ്രഹയുടെ ലൈഫിലേക്ക് ഒന്ന് പോയി നോക്കാം. ഹായ്, ഞാൻ അനുഗ്രഹ റാഫി. Should have said I would only be in your way. Shall I go? ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് എനിക്ക് ജൂനിയർ ഐഡലിൻ്റെ പ്ലാറ്റ്ഫോമിൽ തന്നെ കയറാൻ പറ്റിയത്. ഇതിൻ്റെ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. എൻ്റെ പപ്പയുടെ പേര് റാഫി എന്നാണ്. പപ്പയും നല്ല പാട്ടുകാരനാണ്. പിന്നെ പപ്പയുടെ ഭാഗത്തു നിന്ന് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. പാരൻസൊക്കെ നല്ലോണം സപ്പോർട്ട് ചെയ്തു. അതുകൊണ്ടാണ് എനിക്ക് ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ എത്തിച്ചേരാൻ പറ്റിയത്. അമ്മയുടെ പേര് ജയ്മോൾ എന്നാണ്. അമ്മ സേക്രഡ് ആർട്സ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. അമ്മയും നല്ലോണം പാടും. എൻ്റെ അനിയൻ്റെ പേര് ആദർശ് എന്നാണ്. അവൻ ഇപ്പോൾ ഞാൻ പാടുന്നതിൽ വല്ല തെറ്റുണ്ടെങ്കിൽ അവൻ എനിക്ക് പറഞ്ഞു തരാറുണ്ട്. 2.5 വയസ്സ് മുതൽ ജെറുസലേം ബൈബിൾ ഗ്രാമത്തിൽ പഠിക്കാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു. 10,000-കണക്കിന് ജനങ്ങളുടെ മുൻപിൽ വെച്ച് പാടാനുള്ള ഒരവസരം ഫാദർ ഡേവിസ് പട്ടത്ത് എനിക്ക് ഒരുക്കി തന്നു. കഴിവുകൾ വികസിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു സ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത്. ദേവ്മാത CMI പബ്ലിക് സ്കൂൾ എന്നാണ് ആ സ്കൂളിൻ്റെ പേര്. എൻ്റെ ആദ്യ ഗുരു എൻ്റെ പപ്പ തന്നെയാണ്. പിന്നെ ഞാൻ സംഗീതം പഠിക്കാൻ തുടങ്ങിയത് പാർവതി വാരസ്യാർ ടീച്ചറുടെ അടുത്ത് നിന്നാണ്. എൻ്റെ രണ്ടാമത്തെ ഗുരു അമൽ ആൻ്റണി സാറാണ്. സാർ നല്ലൊരു പിന്നണി ഗായകനാണ്. അതുപോലെ തന്നെ ഒരു റിയാലിറ്റി ഷോയിൽ വിന്നറായിരുന്നു.
ആകാശവാണിയിൽ എ ഗ്രേഡ് ആർട്ടിസ്റ്റാണ്. ഞാൻ മ്യൂസിക് മാത്രമല്ല ക്ലാസിക്കൽ ഡാൻസും കൂടെ പഠിക്കുന്നുണ്ട്. ഡാൻസ് പഠിക്കുന്നത് കലാമണ്ഡലം ശോഭന ടീച്ചറുടെ അടുത്താണ്. Will always love you. Will always love you. ജൂനിയർ ഐഡൽ സീസൺ 2 ഞാൻ പാടാൻ പോവാണ്. എൻ്റെ പാരൻസിൻ്റെയും അനിയൻ്റെയും ഗ്രാൻഡ് പാരൻസിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും ഫ്രണ്ട്സിൻ്റെയും എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും അനുഗ്രഹവും എൻ്റെ ഒപ്പം ഉണ്ട്. ഈ ദിവസങ്ങളിൽ ഏറ്റവും സന്തോഷം നൽകുന്ന വാർത്ത എന്താണെന്ന് വെച്ചാൽ എൻ്റെ അമ്മയ്ക്ക് ഒരു ഉണ്ണി ജനിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ പാടാൻ പോകുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും എനിക്ക് വേണം. Anugraha, looking so cute in this dress. Thank you. മോളു വാവ ജനിക്കാൻ പോകുന്നില്ലേ അമ്മയ്ക്ക്? പുതിയൊരാളും കൂടെ വരാൻ പോവാണ്. അനിയൻ, ഇനി മോളും ഒരു വാവയും കൂടെ. ആഹാ, വെരി നൈസ് ടു നോ. പിന്നെ നല്ല 2 ഗുരുക്കന്മാരെ കിട്ടിയിട്ടുണ്ട്. മോൾ ഡാൻസും പഠിക്കുന്നുണ്ട് അല്ലേ? പഠിക്കുന്നുണ്ട്. ഓക്കെ, വെസ്റ്റേൺ പഠിക്കുന്നുണ്ടോ? വെസ്റ്റേൺ പഠിക്കുന്നില്ല, എന്നാലും കറക്ഷൻസ് ഒക്കെ അമൽ ആന്റണി സാർ പറഞ്ഞു തരാറുണ്ട്. ഓക്കെ, വെസ്റ്റേൺ നല്ല പഠിച്ച ഒരാൾ പാടുന്ന പോലെയായിരുന്നു പ്രൊഫൈലിൽ കണ്ടപ്പോൾ തോന്നിയത്. താങ്ക് യു. എനിവേസ് നല്ല ടാലന്റഡ് ആണല്ലേ? നമുക്ക് ആ ടാലന്റ് ഇവിടെ കാണിക്കണം. പെർഫോമൻസ് റൗണ്ടിൽ ഏത് സോങ്ങാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്? വക്ക വക്ക. ഓക്കെ, ഷക്കീറയുടെ നല്ലൊരു സോങ് ആണ്. ഇനി നമുക്കത് കണ്ട് തിരിച്ചു വരാം. ലെറ്റ്സ് ചെക്ക് ഇറ്റ് ഔട്ട്. Back in the saddle, you're on a profile, everyone's watching. You know it's yours, we're getting closer, this is it over. The pressure's on, you feel it, but you got it on. Believe it, when you fall get up, oh, oh, and if you fall get up, eh, eh. Samina, mina, zangalewa, it's time for Africa. Samina, mina, eh, eh, waka, waka, eh, eh. Samina, mina, zangalewa, it's time for Africa. Listen to your God, this is our motto. You're to the China, do it online, a band of a dodo. People are raising their expectations. Go on up, feeling this is your moment, no hesitation. Today's your day, I feel it. You pave the way, believe it. You get down, get up, oh, oh, and you get down, get up, eh, eh. Tamina, mina, zangalewa, this time for Africa. Tamina, mina, eh, eh, waka, waka, eh, eh. Tamina, mina, zangalewa, anawa, ah, ah. Tamina, mina, eh, eh, waka, waka, hey, hey. Tamina, mina, zangalewa, this time for Africa. I'm Joey, biggie, biggie, mama, from east to west. I need someone to Joey, biggie, biggie, mama, from east to west. I need waka, waka, my eh, eh, waka, waka, my eh, eh. Tend the teams on my team, oh yeah, 'cause this is Africa. Eh,
ഞാൻ പാടുന്ന ഡോൺ ഗോ എന്നൊക്കെയാ പാടും. അതെങ്ങനെയാ, അതെന്തായിരുന്നു മോളത്? Jumbo, Jumbo, ഇന്ന് മോളിലൂടെയാണ് ആ പാട്ട് ഇങ്ങനെയൊക്കെയാണല്ലോ എന്ന് എന്നെ ഒരുപാട് ചിന്തിപ്പിച്ച് കളഞ്ഞ. ഞങ്ങളുടെ നല്ല സുഹൃത്തുക്കളായ രഞ്ജിനി, ജ്യോത്സ്ന, സൈനോറ എല്ലാവരും തന്നെ പാടിയിട്ടുണ്ട്. ദേ ആർ വെരി ഗുഡ് വിത്ത് ദിയർ എനർജി ലെവൽസ്. പക്ഷേ ഞാൻ അവരുമായിട്ടുള്ള ഒരു കമ്പാരിസൺ ഒന്നുമില്ല. ബട്ട് യുവർ ഡിക്ഷൻ വാസ് ഈവൻ മോർ ബ്യൂട്ടിഫുൾ. ഇംഗ്ലീഷ് മാത്രമല്ലല്ലോ ഈ പാട്ടിലുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഭാഷ നീതിപൂർവ്വം എടുത്ത് പെർഫോം ചെയ്യാന്ന് പറയുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. അത് മോക്കുണ്ട്. Ideal World Junior Idol Season 2. Jai Hind TV, for the family, for the nation. കുട്ടി കലക്കി. Thank you. എന്തൊരു ഗ്രേസ്ഫുൾ ആയിരുന്നു ആ മൂവ്മെന്റും. ഡാൻസേഴ്സിനോട് അടിച്ചു പൊളിച്ചു. സോങ് ആസ് വെൽ ആസ് പ്രൊനൗൺസിയേഷൻ. ഒരു സമയത്ത് നമ്മുടെ എല്ലാവരുടെയും വായിൽ ഈ ഒരു പാട്ട് തന്നെയായിരുന്നു. പക്ഷെ എത്ര ആൾക്കാർ സ്റ്റേജിൽ പാടിയാലും നമുക്ക് കേൾക്കുമ്പം ഇത് കറക്റ്റ് ആ ഒരു ഇത് കിട്ടില്ല. പക്ഷേ മോള് പാടിയപ്പം നല്ല പ്രൊനൗൺസിയേഷൻ. ആരായിരുന്നു ഹെൽപ്പ് ചെയ്തെന്ന് പറഞ്ഞേ? ഹെൽപ്പ് ചെയ്തത് ഒറ്റയ്ക്ക് പഠിച്ചു. പിന്നെ പപ്പയും അമൽ ആന്റണി സാറൊക്കെ കുറെ ഹെൽപ്പ് ചെയ്തു. അവരോടൊരു നല്ല താങ്ക്സ് പറഞ്ഞോളൂ. താങ്ക് യു എവരിബഡി. ഓക്കെ, അപ്പം അനുര കുട്ടി, ഇനി നമുക്ക് കമന്റ്സ് അറിയാം. എക്സൈറ്റഡ്? ഓക്കെ. ജഡ്ജസ്. അനുഗ്രഹ, എന്തേ ദൈവം അനുഗ്രഹിച്ചാണ് മോക്ക് ഇങ്ങനെ ഒരു എന്താ പറയാ ശബ്ദം തന്നേക്കുന്നത്. അല്ലെങ്കിൽ ഇത്ര മനോഹരമായി സ്റ്റേജിൽ നിന്ന് പാടുക, ഡാൻസ് ചെയ്യുക, അതും ഈ പാട്ടിന് ചേരുന്ന എല്ലാം മോളില് വളരെ ഭംഗിയായിട്ട് അടങ്ങിയിരിക്കുന്നു. ഈ പാട്ട് സത്യമാണ് മേഘന പറഞ്ഞത്. ആര് പാടിയാലും ഒരു മലയാളി പാടിയ ഒരു ഫീല് വരും. എങ്ങനെ പാടും. പിന്നെ ചിലര് സൈനോര, ജ്യോത്സ്ന, രഞ്ജിനി ഇവർക്കൊക്കെ പറ്റും. ഞാൻ 2 പ്രാവശ്യം പാടി. ഇപ്പോഴാണ് എന്റെ കറക്റ്റ് വാക്കുകൾ ഇതൊക്കെയാണല്ലോ. ഞാൻ പാടുന്ന ഡോൺ ഗോ എന്നൊക്കെയാ പാടും. അതെങ്ങനെയാ, അതെന്തായിരുന്നു മോളത്? ജംബോ ജംബോ DJ. ഓ അത് ശരി. അതുപോലെ തുടക്കത്തില് വേൾഡ് കപ്പ് എന്നൊന്നും എനിക്കൊന്നും മനസ്സിലായിട്ട് തന്നെ ഇല്ല. ഇന്ന് മോളിലൂടെയാണ് ആ പാട്ട് ഇങ്ങനെയൊക്കെയാണല്ലോ എന്ന് എന്നെ ഒരുപാട് ചിന്തിപ്പിച്ച് കളഞ്ഞ ഒരു ഗാനമാണ്. പിന്നെ പറയായിക വയ്യ. ഇതെങ്ങനെയാണ് നമ്മൾ ഇത്ര കറക്റ്റ് അതിന്റെ പ്രൊനൗൺസിയേഷൻ? മോള് പഠിച്ചതൊക്കെ ഇവിടെയല്ലേ വളർന്നത്? ഞാൻ ഇവിടെ തന്നെ പഠിച്ചത്. ഏത് സ്കൂളിലാണ് പഠിപ്പിച്ചതൊക്കെ? എത്ര നന്നായിട്ട് ഇംഗ്ലീഷ് ഒക്കെ സംസാരിക്കാൻ പഠിപ്പിക്കുന്ന ആരാ? ഏത് സ്കൂളാന്ന് അറിയാൻ വേണ്ടിയാ. ദേവമാത. അതെവിടെയാ? അവിടെ പാട്ടുറാക്കൽ, തൃശ്ശൂർ. തൃശ്ശൂരാണല്ലേ? ഓ അത് ശരി. ഫേമസ് ആയ സ്കൂളാണ്. എന്തായാലും മോള് നല്ല രസം. മോക്ക് വെസ്റ്റേൺ പഠിക്കുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞു. മോളുടെ മറ്റേ ടൈപ്പ് പാട്ടും പാടാറില്ല. അത് നമുക്ക് നോക്കാം. ഇനി അടുത്ത റൗണ്ടുകളിൽ അത് മനസ്സിലാവത്തുള്ളൂ. ഈ പാട്ട് എന്തായാലും കലക്കി. ഭയങ്കര രസമുണ്ടായിരുന്നു. പിന്നെ ഒരു പ്രാവശ്യം ദിസ് ടൈം ഫോർ ആഫ്രിക്ക എന്ന് പറയുന്നതിന് അതിന് ഒരു സ്റ്റെപ്പ് വരുന്നുണ്ട്. ആ അന്നേരത്തേക്ക് ആഫ്രിക്കയ്ക്ക് ഇവിടെ അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണേ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റെപ്പ് ചെയ്തതൊക്കെ വളരെ ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ മോളു. പിന്നെ എനിക്ക് പ്രൊഫൈലിൽ കണ്ടപ്പോ മോളുടെ കണ്ണ് ഇങ്ങനെ അടുത്ത് കാണിച്ചപ്പോഴേ എന്തോ ഒരു ദൈവീകത. മോളുടെ കണ്ണിലെ ഭയങ്കര ഒരു ഇന്നസെൻസ്. ആ കണ്ണിങ്ങനെ അടുത്ത് കാണി. എനിക്ക് അങ്ങനെ തോന്നി. ഞാനിപ്പിന് അങ്ങനെ തോന്നിയില്ലോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് തോന്നിയില്ലോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും എന്റെ അഭിപ്രായങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഞാൻ മൈക്ക് കൈമാറുന്നു. താങ്ക് യു ചേച്ചി. അനുഗ്രഹ, ഫസ്റ്റ് തിങ് ഇസ് ദാറ്റ് ഫസ്റ്റ് ഇംപ്രഷൻ അബൌട്ട് യു ഇസ് ദാറ്റ് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു കുട്ടി. അതാണ് ദ ഫസ്റ്റ് കമന്റ് വിച്ച് ഐ വുഡ് ലൈക്ക് ടു ഗിവ്. അത് സ്റ്റൈൽ കനോട്ട് ബി ബ്രോട്ട് അവർ സ്റ്റൈൽ ജസ്റ്റ് ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് മാത്രം വരില്ല. അതിൽ കുറേ ആഡഡ് എലിമെന്റ്സ് ഉണ്ട്. യു ആർ ഡെഫിനറ്റ്ലി ബ്ലെസ്ഡ് വിത്ത് എ വെരി ഗുഡ് സ്റ്റൈൽ. അത് മാത്രമല്ലാതെ ഇതെല്ലാവരും പറഞ്ഞു, ബട്ട് സ്റ്റിൽ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം, അല്ലെങ്കിൽ ഒരുപക്ഷെ ഞാൻ ആദ്യമായിട്ട് ഈ പാട്ടിന്റെ ഡിക്ഷനോട് ഇത്ര ജസ്റ്റിഫൈ ചെയ്ത് ഒരു സിംഗർ പാടി കേൾക്കുന്നു. അതൊരു കാര്യം. സി ഡെഫിനറ്റ്ലി ആസ് സെഡ്, ഞങ്ങളുടെ നല്ല സുഹൃത്തുക്കളായ രഞ്ജിനി, ജ്യോത്സ്ന, സൈനോറ എല്ലാവരും തന്നെ പാടിയിട്ടുണ്ട്. ദേ ആർ വെരി ഗുഡ് വിത്ത് ദിയർ എനർജി ലെവൽസ്. പക്ഷേ ഞാൻ അവരുമായിട്ടുള്ള ഒരു കമ്പാരിസൺ ഒന്നുമില്ല. ബട്ട് യുവർ ഡിക്ഷൻ വാസ് ഈവൻ മോർ ബ്യൂട്ടിഫുൾ. അതാണ് ഒരു ചെറിയ സജഷൻ ഉള്ളത്. അവർക്ക് ഭയങ്കര 3 പേരും അത്യുഗ്രം പെർഫോമേഴ്സാണ്, അത്യുഗ്രം സിംഗേഴ്സുമാണ്. പക്ഷേ ഞാൻ കമ്പയർ അല്ല, ഞാൻ ഒരു സജഷൻ പറഞ്ഞത് മോളുടെ ഡിക്ഷൻ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. എനർജി കുറച്ചുകൂടി ആവാമായിരുന്നു.
ദാറ്റ്സ് വൺ ഫാക്ടർ, നെവർ മൈൻഡ്. ബട്ട് നല്ല ഒരു ഐഡന്റിറ്റി ഉള്ള സിംഗർ. ഐ എം സോ ഹാപ്പി ദറ്റ് യു ആർ ലേണിംഗ് ഫ്രം അമൽ ആന്റണി. എൻ്റെ നല്ല സുഹൃത്താണ്. മെയ് മാസമേ നിന്നെഞ്ചിലെ എന്ന പാട്ട് നമുക്ക് സമ്മാനിച്ച ഗായകൻ. ആൻഡ് ശരിക്ക് ഒരുപക്ഷെ ഇഫ് ഐ എം കറക്റ്റ്, കേരളത്തിൽ ഹാർമണീസ് അറേഞ്ച് ചെയ്യാൻ ഇത്ര ടാലന്റഡ് ആയിട്ടുള്ള വേറൊരു സിംഗർ ഇല്ല. ചേതനയിൽ ഒരുപാട് ഹാർമണി സെഷൻസ് ഹാൻഡിൽ ചെയ്യുന്നത് അമലാണ്. ഇപ്പോൾ ഒരു ഇംഗ്ലീഷ് മൂവിക്ക് വരെ അമൽ ചെയ്തു, ഡ്രാക്കുള എന്ന് പറഞ്ഞ് ഇംഗ്ലീഷ് മൂവിക്കും അമൽ ചെയ്തു. അത്രയും ടാലന്റഡ് ആയിട്ടുള്ള ഒരു മ്യൂസീഷ്യനാണ്. ആൻഡ് അനുഗ്രഹയുടെ മറ്റൊരു വലിയ വലിയ ഫാക്ടർ, യു ആർ വെരി എസ്തറ്റിക് ഇൻ യുവർ പെർഫോമൻസ്. അതൊരു കാര്യം. ഈ പറഞ്ഞ പോലെ മൈക്ക് പൊസിഷനിങ് ശ്രദ്ധിക്കണം. അത് നമ്മൾ അറിയാതെ ഒരു അൺഅവെയർനെസ് വന്നു പോകുന്നതാണ് പെർഫോമൻസ് ചെയ്യാൻ വേണ്ടി മൈക്ക് മാറിപ്പോകുന്നത്. കീപ് അപ്പ് ദ ഹാർഡ് വർക്ക് ആൻഡ് യുനോ കുറച്ചുകൂടി പവർഫുൾ ആയിട്ട് പാടാൻ ഒരു ശ്രമം നടത്തി നോക്കുക. ദാറ്റ് വിൽ ഹെൽപ്പ് യു ഈവൻ മോർ. That's what my suggestion is. And thanks to Shakira for giving us such a beautiful song. ഇത് ഷക്കീറ സാംഗ്ലേവ എന്നൊരു കമ്മ്യൂണിറ്റിയുടെ പാട്ട് അഡാപ്റ്റ് ചെയ്താണ് ഈ വേൾഡ് കപ്പ് ആന്തം ഉണ്ടാക്കിയത്. അപ്പോൾ ആ കമ്മ്യൂണിറ്റിയിലെ കലാകാരന്മാർക്കും നന്ദി പറയാം. താങ്ക് യു അനുഗ്രഹ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സർ. താങ്ക് യു ചേട്ടാ. അനുഗ്രഹ, എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. എല്ലാം കൊണ്ടും നല്ല ഒരു പെർഫോമൻസ് ആയിരുന്നു. ഈ പെർഫോമൻസ് റൗണ്ടിൽ ആപ്റ്റായിട്ടുള്ളൊരു പെർഫോമൻസ് ആയിരുന്നു ഇത്. കാരണം നല്ല ഡാൻസ് മൂവ്മെൻറ്റ്സും നല്ല സിംഗിങ്ങും എല്ലാം കൊണ്ടും നല്ലത്. പിന്നെ ഇത് ഈ ഒരു പാട്ട് എടുക്കുമെന്ന് ആരും പ്രതീക്ഷിക്കില്ല. കാരണം ഇതൊരു ലോക്കൽ സോങ് അല്ലല്ലോ. ഒരു സമയത്ത് ലോകം മുഴുവനും ഹരം കൊള്ളിച്ചൊരു പാട്ടാണ്. പ്രത്യേകിച്ച് ഫുട്ബോളിൻ്റെ ഒരു ആന്തമാണ്. ഒപ്പം സൗത്ത് ആഫ്രിക്കയിൽ നടക്കുന്നു എന്ന് പറയുന്ന ഒരു ഇമോഷനുണ്ട്. പിന്നെ ഫുട്ബോൾ എല്ലാവർക്കും ഈ ലോകത്തെ മുഴുവൻ ഇമോട്ട് ചെയ്തൊരു പാട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ട് ഈ പാട്ടിന്. ഒപ്പം മോളിത് എടുത്ത് പാടി എന്നുള്ളത് വലിയ കാര്യമാണ്. കാരണം അങ്ങനൊരു നമുക്ക് ഒരു പരിചയമില്ലാത്ത ഭാഷയും ഇംഗ്ലീഷ് മാത്രമല്ലല്ലോ ഈ പാട്ടിലുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഭാഷ നീതിപൂർവ്വം എടുത്ത് പെർഫോം ചെയ്യുക എന്ന് പറയുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. അത് മോക്കുണ്ട്. ഇനി അടുത്ത പാട്ടിന് വേണ്ടി കാത്തിരിക്കുന്നു കേട്ടോ. താങ്ക് യു സോ മച്ച് ചേട്ടാ. അപ്പം ജഡ്ജസിൻ്റെ കമൻസ് കേട്ടല്ലോ. എല്ലാവരും അടുത്ത പെർഫോമൻസിനായിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ അത്രയും നന്നായിട്ട് പെർഫോം ചെയ്തതിന് അത്രയും നല്ല മാർക്സ് ആണോ കിട്ടാൻ പോകുന്നത് നോക്കാം. ഫുട്ബോൾ ഇഷ്ടമാണോ? ഇഷ്ടമാണ്. ഓക്കെ, അപ്പം നമുക്ക് മാർക്സ് അറിയാം. ഔട്ട് ഓഫ് 30 വിജ് ചേട്ടാ? ഞാൻ മോക്ക് 27. 27 on 30. റിമി ചേച്ചി? 27. Again 27. ഇവിടെ കുറെ സൗണ്ട് ഒക്കെ ഉണ്ട്. ഓക്കെ, അനു ബേട്ടാ ഔട്ട് ഓഫ് 30? 27.25 out of 30. താങ്ക് യു ചേട്ടാ. ഓക്കെ മോളു, ഇനി ഓവറോൾ പെർഫോമൻസിന് എത്ര മാർക്കാണെന്ന് നോക്കാം. ഔട്ട് ഓഫ് 10? വളരെ തീർച്ചയായിട്ടും സ്റ്റൈൽ, ആറ്റിറ്റ്യൂഡ് ആൻഡ് പെർഫോമൻസ് വാസ് എക്സലന്റ്. അൺഡൗട്ടഡ്ലി 3.75 out of 4. 3.75 out of 4. ചേച്ചി ഔട്ട് ഓഫ് 3? വളരെ സ്റ്റൈലിഷ് ആയിട്ട് ഒരു എന്താ പറയുക വെസ്റ്റേൺ സിംഗർ പാടുന്നതിന്റെ ഒരു എക്സ്പ്രഷൻ കൊടുത്തതിന്, ആ പാട്ടിന്റെ ഒരു ഹസ്കി എന്താ പറയാ അല്ലെ, അത് കൊടുത്തതിന് മോക്ക് 2.75. 2.75 on 3. ചേട്ടാ? മോളുടെ ഇപ്പോൾ അനൂപ് നേരത്തെ പറഞ്ഞിരുന്നു ഒരു എനർജി ലെവലിൻ്റെ ഒരു ചെറിയ ഒരു ലാക്ക് ഉണ്ടായിരുന്നു. പിന്നെ മോള് മൂവ് ചെയ്തതിന് ശേഷം കുറച്ച് എനർജി കുറഞ്ഞു, കിതച്ചു അല്ലേ, അവസാനത്തേക്ക് കുറച്ച് കിതപ്പ് വന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് ഞാൻ ഫീൽ എന്ന് പറയുന്ന ഇതിൽ ഞാൻ മോക്ക് 2.5. 2.5 on 3. നോട്ട് ബാഡ്. ടോട്ടൽ സ്കോർ അറിയോ? പറയട്ടെ. ഇതുവരെ നമ്മൾ ഇത്രയും കണ്ടസ്റ്റന്റ് വന്നതിൽ ആരും 90 എത്തിയില്ല. 90.25 on 100. നല്ലൊരു നേട്ടമാണ്. നല്ലൊരു മാർക്ക് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ എഫേർട്ട് തന്നെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പം ഈ ഹാർഡ് വർക്കും എഫേർട്ടും തന്നെ അടുത്ത പെർഫോമൻസിന് കൊടുക്കുക. അടുത്ത പെർഫോമൻസിൽ ഇതിലും നല്ല മാർക്ക് വാങ്ങിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. Junior Idol Season 2. മനോഹരമായ പെർഫോമൻസസ് നിങ്ങളെ കാത്തിരിക്കുന്നു. ബട്ട് ഇന്ന് ഞങ്ങൾക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. സോ കീപ് വാച്ചിങ് ITL World Junior Idol Season 2 only on Jai Hind. Take care and good night. ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിമ. ജൂനിയർ ഐഡൽ സീസൺ 2 ഞാനുമുണ്ട്. പുഷ്പം ചൂടി നിൽക്കും രാത്രി, ചന്ദന പൂമ്പുടവ ചാർത്തിയ രാത്രി. ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നല്ലോണം
പ്രസന്റ് ചെയ്യാൻ അറിയാം. ശിഷ്യയെപ്പറ്റി ആ ഗുരുവിന് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്കൊന്ന് ചോദിച്ചു കളയാം. വെറും 2 മാസം കൊണ്ടാണ് ഈ കുഞ്ഞിനെ ഞാൻ ഈ പാട്ട് പഠിപ്പിക്കുകയും ക്ലാസിക്കൽ തുടങ്ങി വെക്കുകയും ചെയ്തത്. അതിൻ്റെ കുറവ് ഉണ്ട്. ഹലോ, ഞാൻ കൃതിക സുബ്രഹ്മണ്യാണ്. ഞാൻ ജൂനിയർ അഡൽറ്റ് സീസൺ 2-ലുണ്ട്. എൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറയാം. ഓക്കെ? സോറി കേട്ടോ, ഞാൻ 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ചൂളമടിച്ച് കറങ്ങി നടക്കും ചോരക്കുയിലിന്റെ കല്യാണം. ഒരു ആറ്റിറ്റ്യൂഡ് ഇസ് ബ്രില്യന്റ്. ഹാറ്റ്സ് ഓഫ്. മോള് കൊച്ചുകുട്ടിയാണ്. കൊച്ചുകുട്ടികൾക്ക് പാടുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് മോള് പാടിയപ്പോൾ. Bijibal and Anup Shankar's costume sponsored by Status, Safalim Complex, Palayam, Trivandrum. Remy Tommy and Meghna's costume sponsored by Zarina, Catholic Center, General Hospital Junction, Trivandrum.